ഉണ്ണി, അതിർത്തി ഇപ്പോഴും അശാന്തമാണ്. വിവിധ മേഖലകളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു, വെടിവെപ്പ് നടത്തുന്നു, ഒപ്പം ഭീകരരെ വധിച്ചു എന്ന വാർത്തകളും പുറത്തുവരുന്നു. എന്താണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്നുണ്ടായത്? രജിത്, ബാലാക്കോട്ടിലെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും പല തവണകളായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 15ഓളം മേഖലകളിലായാണ് പാകിസ്ഥാന്റെ തുടർച്ചയായ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നത്. പൂഞ്ച്, അക്നൂർ സെക്ടറുകളിലടക്കം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടുണ്ടായ വെടിവയ്പിൽ ഇന്ത്യൻ സൈന്യത്തിലെ 5 ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ സൈനിക ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചിലരുടെ നില ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഇന്ത്യ ആകട്ടെ ഈ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് കൃത്യമായ മറുപടി നൽകുന്നുമുണ്ട്. തിരിച്ചടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ പാക് ജവാന്മാർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്ത്യയുടെ തിരിച്ചടിയിൽ എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും നിലവിലെ ഈ സാഹചര്യം, കൊടുക്കൽ വാങ്ങലുകൾ, ഇങ്ങോട്ടുള്ള ആക്രമണവും അതിനുള്ള തിരിച്ചടിയും എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ കൂടുതലായി ഏത് തരത്തിൽ സാഹചര്യങ്ങൾ മാറുമെന്ന് വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞേക്കും. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ പ്രകോപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ അതിർത്തിയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടിയും സൈന്യം തുടങ്ങിയിട്ടുണ്ട്. ജനവാസ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രാമീണരെ ആയുധമാക്കിക്കൊണ്ടുള്ള ആക്രമണവും മോർട്ടാർ ഷെൽ വർഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട് എന്നതാണ് ഇതിന് കാരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയ്ക്ക് അതിർത്തിയിൽ ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്, മുൻകരുതൽ നടപടി എന്ന രീതിയിൽ. ഈ തരത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ അതിർത്തിയിലെ കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം പ്രതിരോധത്തിനുള്ള നടപടികൾ ഉണ്ട്. ഇന്നലെ രാത്രി തന്നെ വ്യോമ പ്രതിരോധത്തിനടക്കമുള്ള സന്നാഹങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നു ഇന്ത്യ. കാരണം പാകിസ്ഥാൻ ഇന്നലെ രാത്രി ഒരുപക്ഷെ തിരിച്ചടിക്കുമോ എന്ന ചില സൂചനകളും അത്തരത്തിലുള്ള ചില വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് മറികടക്കാനായിരുന്നു അത്തരത്തിലുള്ള സന്നാഹങ്ങൾ. പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പ്രകോപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത്, മറ്റൊരു കാര്യം, ഈ പാക് ഭീകര സംഘടനകൾ ഇന്ത്യയിലെ ചില നഗരങ്ങളിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, മുംബൈ അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ആക്രമണത്തിന് സാധ്യതയുള്ളതെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരിക്കുന്ന വിവരം. ഒപ്പം ഗുജറാത്തിലും ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്ത്രപ്രധാന സ്ഥാനങ്ങൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലൊക്കെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ആ രീതിയിൽ കൂടി ആഭ്യന്തരമായി സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ തയ്യാറെടുപ്പുകളും ഇന്ത്യ നടത്തി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കശ്മീരിൽ ഭീകര സംഘടനകളെ തുരത്തുന്നതിനുള്ള സൈനിക നടപടി തുടരുകയാണ്. ഷോപ്പിയാനിൽ ഇന്ന് രാവിലെ ഭീകരരുമായി സൈന്യം നടത്തിയ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെയാണ് വധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടരുക ഉണ്ണി. ഇപ്പോൾ PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PJ വിൻസെന്റ്, അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. ഏതായാലും നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് അവർക്ക് ശേഷിയില്ലാത്ത സ്ഥിതിക്ക് ഈ നിഴൽ യുദ്ധം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ പ്രകോപനം ഒരുപക്ഷെ ഇതിനോടുള്ള ഒരു പ്രതികരണം ആയിട്ട് മാത്രം നമ്മൾ കണക്കാക്കേണ്ടതില്ല. പാകിസ്ഥാൻ എപ്പോഴാണ് അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കാതിരുന്നിട്ടുള്ളത്? പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു തുടർ പ്രക്രിയയാണ്. ഈ ലൈൻ ഓഫ് കൺട്രോളിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടവിട്ട് മോട്ടാർ ആക്രമണങ്ങളും ഫയറിങ്ങും പാകിസ്ഥാന്റെ ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ലൈൻ ഓഫ് കൺട്രോളിൽ ഈ നിയന്ത്രണ രേഖയ്ക്ക് ഇപ്പുറത്തേക്ക് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തുകയും അങ്ങനെ ഭീകരരെ കടത്തിവിടാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന പ്രക്രിയ ഒരുപക്ഷെ 1989 ഇൻസർജറി ആരംഭിച്ചതിന് ശേഷം പാകിസ്ഥാൻ തുടർച്ചയായിട്ട് തുടർന്നു വരുന്നതാണ്. അതിപ്പോഴും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു പുതിയ ഒരു സംഭവം, പുതിയൊരു അനുഭവവുമല്ല. പാകിസ്ഥാൻ ഇക്കാര്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സമാധാന ചർച്ച നടക്കുന്ന സമയത്തും അതുപോലെ വലിയ രൂപത്തിൽ സൗഹൃദം നിലനിൽക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഇത്തരത്തിൽ ലൈൻ ഓഫ് കൺട്രോൾ കേന്ദ്രീകരിച്ച് മോട്ടാർ ആക്രമണവും ഷെൽ വർഷവും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. ഒപ്പം അമേരിക്ക ഇന്ന് നൽകിയ ഒരു പിന്തുണ, മൈക്ക് പോംപിയോ പറഞ്ഞത് പാകിസ്ഥാനോട് തീവ്രവാദം ഉപേക്ഷിക്കണം, പിന്തുണ നൽകരുത്. ഒപ്പം ഇന്ത്യയുടെ ഇന്നലത്തെ ആക്രമണത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു അമേരിക്ക. ചൈനയെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ സുഷമ സ്വരാജ് ശ്രമിക്കുന്നു. അവിടെയും വിശദീകരിച്ചു കഴിഞ്ഞു, ഭീകരർക്കെതിരെയുള്ള ആക്രമണമാണ് ഉണ്ടായത്, അല്ലാതെ പാകിസ്ഥാനെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ അത് വിജയം കാണുന്നു എന്ന് വേണ്ടേ കരുതാൻ? പ്രത്യേകിച്ചും ഒരു ലോകരാഷ്ട്രം പോലും ഈ ഇന്നലത്തെ ആക്രമണത്തെ അപലപിച്ചിട്ടില്ല സാഹചര്യത്തിൽ.
അല്ലെ, എല്ലാ രാജ്യങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ പാകിസ്ഥാന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ പോലും അറിയാതെയാണല്ലോ അബോട്ടാബാദിൽ അമേരിക്കൻ മറീനുകൾ വന്നിറങ്ങി അൽ ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദനെ ആക്രമിച്ചത്, അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അതുപോലെ റഷ്യ യുക്രൈനിലേക്ക് കടന്നു കയറിയത് എങ്ങനെയാണ്? അതല്ലോ ഇപ്പൊ ചൈനയ്ക്ക് ഇതിന് വേണ്ടി വരും. കാരണം ചൈനയിലെ സിൻജിയാങ് പ്രോവിൻസിലെ ഉള്ള ഉയ്ഗൂർ മുസ്ലിം ഭീകരവാദികളുടെ മുഴുവൻ താവളവും ഈ ബാൾട്ടിസ്ഥാൻ മേഖലയിലും അതുപോലെ പസ്തൂൺഖ പ്രോവിൻസസിൽ, അതായത് അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലാണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നാളെ ചൈനയ്ക്കത് വലിയ ഭീഷണിയാണ്. അപ്പോൾ ചൈന അതിനെ നേരിടുന്ന സമയത്ത് അവർക്ക് ഒരുപക്ഷെ അവർക്കും അതിർത്തി കിടക്കേണ്ടി വരും. കാരണം ഇതൊരു ഇന്റർനാഷണൽ മെനസാണ്. ഒരു രാജ്യത്ത് മാത്രമായിട്ട് നിൽക്കുന്നതല്ല തീവ്രവാദം. അപ്പൊ ഈ തീവ്രവാദവും ഭീകരവാദവും അവര് ഏത് രാജ്യത്തേക്കാണ് അവർ സ്ട്രൈക്ക് ചെയ്യുന്നത് അവിടെ അല്ലല്ലോ അതിന്റെ കേന്ദ്രം. ഇപ്പൊ ഇന്ത്യയിലേക്കാണെങ്കിൽ കാശ്മീരിലുള്ള തീവ്രവാദികൾ മുഴുവനും അതിന്റെ കേന്ദ്രവും പരിശീലന കേന്ദ്രവും അതിന്റെ നിയന്ത്രണ കേന്ദ്രവും പാകിസ്ഥാനിലാണ്. ഈ ലോകത്തിലെ പല സ്ഥലങ്ങളിലും തന്നെയാണ് അവസ്ഥ. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ശത്രു രാജ്യത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഭീകരവാദം പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭീകരവാദത്തിനെതിരായ ആഗോള യുദ്ധം അതിർത്തി ലംഘിച്ച് തന്നെ നടത്തേണ്ടി വരും. കാരണം ഇത് ഒരു രാജ്യത്തിനകത്ത് നിന്നിട്ടല്ല ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത്. ഭീകരവാദികളില് ആയുധ കൈമാറ്റവും അവരുടെ പണത്തിന്റെ ഒഴുക്കും പരിശീലനവും ഇന്റലിജൻസിന്റെ കൈമാറ്റവും ഒക്കെ ആഗോള അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആ ആഗോള അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ ഭീകരവാദ സംഘങ്ങൾ, തീവ്രവാദികൾ, മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ, അതുപോലെ സംഘടിത ആയുധ കള്ളക്കടത്ത് സംഘങ്ങൾ, മനുഷ്യ കള്ളക്കടത്ത് സംഘങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംഘടിത കുറ്റകൃത്യ ശൃംഖലയ്ക്കകത്താണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ മത തീവ്രവാദവും വംശീയ ഭീകര സംഘങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിന്റെ അതിർത്തികൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രം ഭീകരവാദത്തെ ചെറുക്കാൻ കഴിയും എന്നുള്ളത് ലോകത്ത് ഒരു രാജ്യത്തിനും സാധ്യമായ കാര്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ വാലിയിൽ സ്വാഭാവികമായി ഉണ്ടായി വന്ന മുളപൊട്ടിയ ഒരു പ്രതിഭാസമല്ല തീവ്രവാദം. അത് കൃത്യമായി പാകിസ്ഥാനിൽ നിന്ന് കാശ്മീർ വാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇമ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, ഇപ്പോഴും അതിന്റെ പരിശീലന കേന്ദ്രങ്ങളും അതിന്റെ ഉറവിടവും പാകിസ്ഥാൻ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് ഇന്ത്യക്ക് ആക്രമിക്കേണ്ടി വരും. ലോകത്ത് ഒരു രാഷ്ട്രത്തിനും അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ് ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചൈനയുടെ ഒരു ശക്തമായ സപ്പോർട്ട് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. ബാക്കി രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാട് മാറ്റിയിരിക്കുന്നു. നോ മോർ പീറ്റ് വളരെയധികം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ, ട്രംപിന്റെ നോ മോർ പീറ്റ്. ഇനി ഒരു പൈസയും പാകിസ്ഥാന് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അത് അമേരിക്ക പൂർണ്ണമായി കൈയഴിഞ്ഞു. ഇപ്പോൾ ചൈനയുടെ സഹായത്തോടു കൂടിയാണ്. ചൈനയുടെ സഹായവും ഒരു പരിധിവരെ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറുമായി ബന്ധപ്പെട്ട വികസനവും നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് അവർ നിൽക്കുന്നത്. ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രൂപത്തിൽ തീവ്രവാദം വളരുകയാണെങ്കിൽ ചൈനയുടെ നിക്ഷേപം മുഴുവൻ ചൈനയ്ക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത. കാരണം ഈ ഇക്കണോമിക് കോറിഡോർ കടന്നു പോകുന്ന വഴികളെല്ലാം ഭീകരതയുടെ ഉറവ് കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞാൽ, അത് മുഴുവൻ സംഘർഷമായി മാറിക്കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിക്ഷേപിച്ച പണം ഉണ്ടാവില്ല, ആ പ്രൊജക്ട് തന്നെ ഇല്ലാണ്ടാവുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോ ഈ പാകിസ്ഥാനെ ഭീകരതയിൽ നിന്ന് വിമുക്തമാക്കേണ്ടത് ഇന്ന് ലോകത്തിന്റെ ആവശ്യമാണ്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടത് ലോകത്തിന്റെ ഒരു ആവശ്യമായി മാറി, ഇന്ത്യയുടെ മാത്രം ആവശ്യമല്ല. അപ്പൊ ആ നിലയ്ക്കാണ് ലോകത്തിൽ ഇപ്പോൾ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകളോടും നമ്മുടെ നയതന്ത്ര ഇടപെടലുകളോടും അനുകൂലമായിട്ടുള്ള ഒരു കൺസെൻസസ് ആഗോള അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ശരി, നന്ദി ശ്രീ പി ജെ വിൻസെന്റ്. ഡോക്ടർ പി ജെ വിൻസെന്റ് ആണ് വിദേശകാര്യ വിദഗ്ധൻ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചത്. ശ്രീലാൽ, അത് തന്നെയാണ് ഈ ഭീകരാക്രമണം നടന്നിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. 24 മണിക്കൂറിൽ 28-30 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴും ഒരു ലോക രാജ്യം പോലും ഈ സംഭവത്തെ അപലപിച്ചിട്ടില്ല. ഏതാണ്ട് പൂർണ്ണമായ രാജ്യങ്ങളുടെ സപ്പോർട്ട്, പിന്തുണ നേടാൻ ഇന്ത്യക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം, അത് നയതന്ത്രതലത്തിൽ നമ്മൾ ഈ ആക്രമണത്തിന് മുന്നിലും അതിനുശേഷവും നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായി തന്നെ കണ്ടുകൂടെ? തീർച്ചയായും രഞ്ജിത്ത്, അത് മാത്രവുമല്ല ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യ സ്വീകരിച്ച നടപടികൾ അത് ശരിവെക്കുന്ന രീതിയിലാണ് ഈ വന്നിരിക്കുന്ന എല്ലാ അഭിപ്രായങ്ങളും ലോകരാജ്യങ്ങളിൽ നിന്നും. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പത്രക്കുറിപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യ വരി തന്നെ ഫോളോയിങ് ഇന്ത്യൻ കൗണ്ടർ ടെററിസം ആക്ഷൻ, അതായത് ഇന്ത്യയുടെ ഭീകരവാദ വിരുദ്ധ നടപടി എന്ന് അത് അംഗീകരിക്കുകയാണ് ചെയ്തിരുന്നത്. ഇന്ത്യ പാകിസ്ഥാനിൽ പോയി വ്യോമാക്രമണം നടത്തിയതിനെ അംഗീകരിച്ചുകൊണ്ട് അത് ഇന്ത്യ പറഞ്ഞതുപോലെ ഭീകരർക്കെതിരെയുള്ള നടപടിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവന തന്നെ വന്നിരിക്കുന്നത്. അത് തന്നെ ഒരു വലിയ ഒരു അംഗീകാരമായിട്ട് ഇന്ത്യ സ്വീകരിച്ച നടപടികളുടെ അംഗീകാരമായിട്ട് വരുന്നു. അതിനോടൊപ്പം തന്നെ അതിൽ ആ പ്രസ്താവനയിൽ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനോട് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യവും ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറൈഷിയോട് അടിയന്തരമായി ഭീകരർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇന്ത്യ സ്വീകരിച്ച നടപടികളെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ അതിനുശേഷം സ്വീകരിച്ച ചില നടപടികൾ, ഇന്നിപ്പോൾ സുഷമ സ്വരാജ് ചൈന, ഇന്ത്യ, റഷ്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഏത് തലത്തിലാണ് ഈ നടപടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഇത് ഒരു സൈനിക നടപടി അല്ല എന്ന് ആണ് സുഷമ സ്വരാജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഭീകരർക്കെതിരെയുള്ള നടപടി ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ തുടർച്ചയായി അത് ഏറ്റെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത് ഒന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് ലോകവേദിയിൽ സുഷമ സ്വരാജ് പറയുന്ന കാര്യങ്ങളാണിത്. ഇന്ത്യ സ്വീകരിച്ചത് ഒരു സൈനിക നടപടിയല്ല, അത് ഭീകരർക്കെതിരെയുള്ള, ഭീകര താവളങ്ങൾക്കെതിരെയുള്ള നടപടിയായിരുന്നു. ഒരു സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അത്തരമൊരു നടപടി ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല. ഇനി ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുമില്ല. അതായത് ലോക സമൂഹത്തിനോട് വ്യക്തമാക്കുകയാണ് ഇത് തുടർന്നു കൊണ്ടുപോകാൻ, ഈ നടപടികൾ തുടർന്നു കൊണ്ടുപോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ലോകരാജ്യങ്ങൾ നിർദ്ദേശിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇനി ഇത് തുടർന്നു കൊണ്ടുപോകുന്നില്ല, പക്ഷേ പാകിസ്ഥാൻ അതിന് നടപടി സ്വീകരിക്കണം. തീർച്ചയായും ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം തന്നെയാണ് പാകിസ്ഥാന് ഈ 25-26 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ കാര്യമായൊരു നടപടി എടുക്കാൻ കഴിയാതിരിക്കുന്നതിനുള്ള കാരണവും. പാകിസ്ഥാൻ എന്തെങ്കിലും ചില നടപടികൾ സ്വീകരിക്കുമായിരുന്നു, പക്ഷേ അതുപോലും പാകിസ്ഥാൻ സ്വീകരിക്കാൻ കഴിയാതെ പോയത് ലോകരാജ്യങ്ങളുടെ സപ്പോർട്ട് പാകിസ്ഥാൻ ഇല്ലാതെ പോയി എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ നടപടിയെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും ഉണ്ണി, ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി അടക്കം വിളിക്കുന്ന ഒരു യോഗം അല്പസമയത്ത് അകമുണ്ടാകുമെന്ന് അറിയുന്നു. പ്രതിരോധ മന്ത്രാലയ വിദഗ്ധർ അടക്കം മന്ത്രിമാർ ഒക്കെ പങ്കെടുക്കും. ഇനിയുള്ള പാകിസ്ഥാന്റെ നീക്കത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? തിരിച്ചടിക്കുമെന്നവർ പറയുന്നുണ്ടല്ലോ പലപ്പോഴും. അപ്പോഴും ഈ ഒളിയുദ്ധത്തിനപ്പുറം മറ്റു രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ പോകുമെന്ന സൂചന ഇന്ത്യക്കുണ്ടോ? അതിനുള്ള നടപടികൾ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള എന്തൊക്കെ നടപടികൾ അതിർത്തിയിൽ ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞു? പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു അത്ര കണ്ട് വലിയ വിലയിരുത്തൽ ഇന്ത്യക്കില്ല. നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു ഒളിയുദ്ധങ്ങളിൽ മാത്രം അവരുടെ നടപടികൾ ഒതുങ്ങിയേക്കുമെന്നൊരു വിലയിരുത്തലാണുള്ളത്. ആ വിലയിരുത്തൽ ഇന്നലെ കൃത്യമായി സർക്കാർ തന്നെ സർവകക്ഷി യോഗത്തിൽ ചെറിയ സൂചനയായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ വലുതായി തിരിച്ചടിക്കില്ല എന്നൊരു സൂചനയാണ് ഇന്നലെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന കേന്ദ്രമന്ത്രിമാർ തന്നെ പങ്കുവച്ചിരുന്നത്. അതേസമയം പ്രതിപക്ഷ പാർട്ടികളാകട്ടെ വളരെ കരുതലോടുകൂടി ഇരിക്കണം. തിരഞ്ഞെടുപ്പ് വേളയിൽ നടത്തുന്ന വലിയ ഇടപെടലുകൾ അതിനെ പാകിസ്ഥാൻ ഉപയോഗിക്കാനുള്ള അവസരമാക്കി മാറ്റരുത്. പാകിസ്ഥാൻ ഏത് തരത്തിലും തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കശ്മീരിൽ നിന്നുള്ള ഉമർ അബ്ദുള്ള അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത്. അപ്പോഴാണ് സർക്കാർ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ സാധ്യത കുറവാണെന്ന വിലയിരുത്തൽ ഈ യോഗത്തിന് മുമ്പാകെ വെച്ചിരുന്നത്. അതിന് ചില രഹസ്യാന്വേഷണ വിവരങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകാം. ഇന്നലെ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുറത്തു വന്ന വിവരം, അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അസാധാരണമായ രീതിയിലുള്ള വലിയ സൈനിക നീക്കങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ അതിർത്തിയിലുള്ള പ്രകോപനങ്ങൾ ഒക്കെ തന്നെ ഇവരുടെ നടപടികൾ ഒതുങ്ങുമോ എന്ന കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏത് നടപടി ഉണ്ടായാലും അതിനെ തടയുക എന്നത് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിന്റെ മണ്ണിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയും ഭീകര ക്യാമ്പുകൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയും അതിനെ ചെറുക്കാൻ കഴിയാതിരിക്കുകയും വരികയാണെങ്കിൽ അതൊരു തിരിച്ചടിയായി തന്നെ മാറും. ആ ഒരു സാഹചര്യത്തിലാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം ഒരുക്കിക്കൊണ്ട് കൃത്യമായി ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്രമണം ഉണ്ടായാൽ 10 മിനിറ്റിനകം തന്നെ പൂർണ്ണമായ രീതിയിൽ തിരിച്ചടിച്ച് ഉണ്ടാക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഇന്ത്യ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ 3 സേനാ മേധാവികളും പങ്കെടുക്കുന്ന യോഗം ചേരുന്നുണ്ട്. സൈന്യത്തിന് ആവശ്യമായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും സംബന്ധിച്ച് ഉള്ള നിർണായകമായ ചർച്ചയാണ് ആ യോഗത്തിൽ കൈക്കൊള്ളാൻ പോകുന്നത്. അതിൽ ചില തീരുമാനങ്ങളും ഉണ്ടായേക്കും. സൈന്യത്തിന്റെ സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടെന്നാണ് ലഭിക്കുന്ന സൂചന. ശ്രീലാൽ, ഇന്ന് പ്രതിപക്ഷ കക്ഷികളുടെ ഒരു യോഗം ദില്ലിയിൽ ചേരുന്നുണ്ട്. അവർ പ്രത്യേകിച്ചും അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ പോലും ഈ ആക്രമണം അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുന്നു എന്ന സൂചനകളുടെ പശ്ചാത്തലത്തിലാണ്. അതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ് എന്നും അവർ ആലോചിക്കുന്നുണ്ട് എന്നറിയുന്നു. ഇപ്പോൾ റഫേൽ വിവാദമുണ്ടായിരുന്നു. അതടക്കം നിരവധി വിവാദങ്ങൾ മോദി സർക്കാരിനെ പിടിച്ചുകുലുക്കിയ പശ്ചാത്തലം കേന്ദ്രത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി പൂർണ്ണമായും രാജ്യസുരക്ഷ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാമോ? ഒപ്പം അതിനെ തടയിടാൻ എന്ത് ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും?
രഞ്ജിത്ത്, പുൽവാമ ആക്രമണത്തോടെ തന്നെ പ്രതിപക്ഷം മുമ്പ് ഒരുക്കിക്കൊണ്ടുവന്ന എല്ലാ ആയുധങ്ങളുടെയും മുന ഒടിഞ്ഞു എന്നുള്ളതാണ് സത്യം. റഫാൽ ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള ഏറ്റവും വലിയ ആയുധം. കഴിഞ്ഞ സർക്കാരിനെതിരെ 2G സ്പെക്ട്രം അഴിമതിയോ അല്ലെങ്കിൽ മുൻപ് കോൺഗ്രസിനെതിരെ ബൊഫോസ് അഴിമതി വന്നതുപോലെയോ ഒരു വലിയ വിവാദമാക്കി ഇത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രമം. ആ ശ്രമത്തിൽ പ്രതിപക്ഷം ഒരു പരിധിവരെ കുറഞ്ഞപക്ഷം സാധാരണക്കാരിൽ ഒരു സംശയത്തിന്റെ വിത്തുപാകാനെങ്കിലും പ്രതിപക്ഷത്തിന് കഴിയുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെ തന്നെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള നീക്കങ്ങളിൽ ഈ സംശയത്തിന്റെ വിത്തുപാകാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഒരു പരിധിയിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഫെബ്രുവരി 14 നടന്ന പുൽവാമ ആക്രമണത്തോടെ ഈ കാര്യങ്ങൾ തലകീഴായി മാറിയുന്നു. റഫാൽ എന്ന് പറയുന്ന അഴിമതി ആരോപണം പുറത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും മാറുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു വ്യോമാക്രമണം ഇന്ത്യ നടത്തിയതും അത് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുക കൂടി ചെയ്തതോടെ ഇനിയിപ്പോൾ ഈ സർക്കാരിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരാനൊന്നും ഉള്ള ഒരു സാഹചര്യം ഇല്ലാതായിരിക്കുകയാണ്. അത് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ കുഴക്കുന്നത്. കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയുമാകട്ടെ അതിർത്തി കടന്ന് നടത്തിയ ഈ ഒരു ആക്രമണത്തെ വലിയ തോതിൽ ജനങ്ങളിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുമുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി രാജസ്ഥാനിലെ ചുരുവിൽ നടത്തിയ പ്രസംഗം അതിന് വ്യക്തമായ ഉദാഹരണം തന്നെയാണ്. അദ്ദേഹം ഇതിന്റെ മൊത്തം ഊർജ്ജവും ഏറ്റെടുത്തുകൊണ്ട് മൊത്തം ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജനങ്ങളിലേക്ക് പകർന്നു നൽകുന്ന രീതിയിലുള്ള പ്രസംഗമായിരുന്നു ഇന്നലെ രാജസ്ഥാനിലെ ചുരുവിൽ നടത്തിയത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വാക്ചാതുരിയെ ആർക്കും മറികടക്കാൻ രാഹുൽ ഗാന്ധിക്കൊന്നും പ്രധാനമന്ത്രിയുടെ വാക്ചാതുരിക്ക് അടുത്തെത്താൻ പോലും കഴിയില്ല എന്നുള്ളത് വ്യക്തമായി നിൽക്കെ വരുന്ന ദിവസങ്ങളിൽ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഈ ഒരു വിഷയവുമായി ഇറങ്ങുമെന്ന കാര്യം സംശയമില്ല. BJPയുടെ സർവ്വസന്നാഹങ്ങളുമായി പാർട്ടിയും ഇറങ്ങും. അപ്പോൾ പിന്നെ അതിനെ പ്രതിരോധിക്കുക എങ്ങനെ എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ പ്രതിപക്ഷത്തിന് മുന്നിലുള്ളത്. അത് മറികടക്കാനുള്ള ശ്രമങ്ങളാണ്. അതിന് ചില കൂട്ടുകെട്ടുകൾ, ചില വിട്ടുവീഴ്ചകൾ, പരസ്പര ധാരണകൾ തുടങ്ങിയ നടപടികളിലേക്ക് പോകാനാണ് സാധ്യത. ശ്രീ തിരിച്ചു വരാം. ഇപ്പോൾ KV മധുസൂദനൻ, CRPF റിട്ടയർഡ് IG ആണ്. അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ മധുസൂദനൻ, ഇപ്പോൾ ഒളിയുദ്ധം പാകിസ്ഥാൻ തുടരുകയാണ്. അതിർത്തിയിൽ ഉടനീളം വെടിവെപ്പ് നടക്കുന്നു. ഗ്രാമീണരെ മറയാക്കി സൈന്യത്തെ തകർക്കാനുള്ള ശ്രമം, ഭീകരരെ കയറ്റിവിടാനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിനുമപ്പുറം നേരിട്ടുള്ള ഒരു പോരാട്ടത്തിന് പാകിസ്ഥാൻ ഒരുങ്ങും എന്ന് നമുക്ക് കരുതാമോ? അതിനുള്ള കരുത്ത് പാകിസ്ഥാൻ ഉണ്ടോ ഇപ്പോൾ? തീർച്ചയായും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു. ഇത്തരം ഒരു മിന്നൽ ആക്രമണത്തിൽ ഒമ്പിച്ച നാണക്കേട് സംഭവിച്ച ഒരു രാഷ്ട്രം സ്വാഭാവികമായി ഇത്രയൊക്കെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ്. പക്ഷേ ഒരു യുദ്ധം അതിന് അവർ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അവരുടെ സ്ഥിതിഗതികൾ നന്നായിട്ട് അറിയാം. അവിടെ ഇങ്ങനെയുള്ള മുഖം രക്ഷിക്കേണ്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നതല്ലാതെ കണ്ടൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തിയതായോ അതിനുള്ള കഴിവ് ഉള്ളതായോ നമുക്ക് തോന്നുന്നില്ല. ഒപ്പം ഈ നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തുന്ന നീക്കങ്ങളുണ്ടല്ലോ. ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ ആർജിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കഴിയുന്നു എന്ന് പറയുമ്പോഴും ചൈനയുടെ ഭാഗത്ത് അല്പമെങ്കിലും പാകിസ്ഥാൻ അനുകൂലമായ സമീപനം അവർ പുലർത്തുന്നു. അത് വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ചൈനയുടെ കൂടി പിന്തുണ ഈ ഭീകരാക്രമണത്തിനടക്കം നേടിയെടുക്കുക എന്നുള്ളത് സുഷമ സ്വരാജ് ഇന്ന് അതിനുള്ള ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു. അത് എത്രത്തോളം പ്രാപ്യമാകും? ഒപ്പം ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം നമുക്കൊപ്പം നിൽക്കുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള, നമുക്ക് നേരെയുള്ള ഭീകരാക്രമണത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന് എത്രത്തോളം സഹായകരമാകും? ഞാനൊരു വിദേശകാര്യ എക്സ്പെർട്ട് ഒന്നും അല്ല എങ്കിൽ പോലും ഒന്ന് സമ്മതിച്ചേ പറ്റൂ. ഗവൺമെന്റ് വേണ്ടുന്നത്ര തയ്യാറെടുപ്പും നയതന്ത്ര പ്രതിനിധികളുമായും മറ്റു രാഷ്ട്രത്തലവന്മാരുമായിട്ടുള്ള സമ്പർക്കത്തിൽ കൂടി ഇന്ത്യയുടെ പൊസിഷൻ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിർത്തി കടന്നിട്ടുള്ള ഒരു ആക്രമണത്തിനോട് പോലും ഒരു വമ്പിച്ച എതിർപ്പ് എവിടെ നിന്നും ഉണ്ടാവാതിരുന്നത്. പ്രത്യേകിച്ചും ചൈനയുടെ നീക്കം ചൈനയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം അവരുടെ താല്പര്യം ഏറ്റവും പരമാവധമാണ്. എന്നിട്ട് പോലും പാകിസ്ഥാൻ അനുകൂലമായി അവർ ഓപ്പണായി വന്നില്ല എന്ന് മാത്രമല്ല, തുടർന്നുള്ള ചർച്ചയിൽ കുറച്ചുകൂടി അനുകൂലമായിരുന്നു അവരെ കൊണ്ടെടുപ്പിക്കാൻ സാധിച്ചെന്ന് വരും. ശ്രീ മധുസൂദനൊപ്പം ഇന്നലെ ഏതാണ്ട് 300-നും 350-നും ഇടയ്ക്ക് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് അനൌദ്യോഗികമായ കണക്കുകൾ വരുന്നത്. ഇന്ത്യ ഇത് സ്ഥിരീകരിച്ചിട്ടുമില്ല. പ്രധാനപ്പെട്ട ഭീകരർ അടക്കം കൊല്ലപ്പെട്ടു എന്നും വാർത്തകൾ പുറത്തു വരുന്നു. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ഈ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടില്ല, 4-5 ബോംബുകൾ വീണു എന്നതിനപ്പുറം കാര്യമായ കുഴപ്പമുണ്ടാക്കാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് അവർ ലോകരാജ്യങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ, അവരുടെ പൗരന്മാരെ ബോധിപ്പിക്കാൻ പറയുന്നത് മാത്രമാകുമോ? അല്ല, അതിന്റെ കണക്കുകൾ ബോധ്യപ്പെടുത്താൻ, ഇതിന്റെ ചിത്രങ്ങൾ എടുക്കാനും ദൃശ്യങ്ങൾ ലോകരാജ്യങ്ങളെ അറിയിക്കാനും ഒക്കെ സാധ്യമാകുന്ന വിധമായിരിക്കുമോ ഇന്ത്യയുടെ ആക്രമണം ഇന്നലെ ഉണ്ടായത്?
ഇത് സ്വാഭാവികമായൊരു റിയാക്ഷനാണ്. കാരണം പാകിസ്ഥാനിലെ സാധാരണ പൗരന്മാരെയോ പട്ടണങ്ങളെയോ ജനവാസ കേന്ദ്രങ്ങളെയോ ആക്രമിക്കാതെ തന്നെ വളരെ സക്സസ്ഫുൾ ആയ ഒരു സർജിക്കൽ ഓപ്പറേഷൻ നടത്തി ടാർഗറ്റ് ഏകദേശം നമുക്ക് ഉസാമ ബിൻ ലാദന്റെ വധവുമായി ഇതിനെ കമ്പയർ ചെയ്യാവുന്നതാണ്. അത്രയും സൂക്ഷ്മമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി വളരെ ഒരു കാഷ്വാലിറ്റി പോലും ഒരു വിമാനത്തെ പോലും വീഴ്ത്താതെ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കാതെ തിരിച്ചെത്തിയ ഒരു സക്സസ്ഫുൾ ഓപ്പറേഷൻ. അപ്പോൾ തീർച്ചയായും സ്പെസിഫിക്കായ ഇന്റലിജൻസ് അത് ഇന്നലെയോ ഉള്ളതല്ല, മുമ്പേ ഉള്ള ഇന്റലിജൻസ് ആണ്. പാകിസ്ഥാൻ ആയിരുന്നു അവരെ തകർക്കേണ്ടത്. പക്ഷെ രാഷ്ട്രീയമായ മറ്റ് പല കാരണം കൊണ്ടും അങ്ങനെ ഒരു തീവ്രവാദി സംഘടനയുമായി പരസ്യമായ ഏറ്റുമുട്ടലിന് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ തയ്യാറാവില്ല. അത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ ഉസാമ ബിൻ ലാദനെയും കുറച്ചുപേർ അനുകൂലിച്ചെങ്കിലും ഔദ്യോഗികമായി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അമേരിക്ക ഡിഡ് ദ ഡേർട്ടി ജോബ്. അതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നലത്തെ സംഭവം. അവിടെ ഉള്ള ഒരു കൈൻഡ് ഓഫ് എ ഡേർട്ടി ജോബ് ഇന്ത്യ നിറവേറ്റി. അപ്പോൾ അതിന് ഒരു നിശബ്ദതയിലുള്ള ഒരു അംഗീകാരം തന്നെ ചിലപ്പോൾ പാകിസ്ഥാനിൽ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തിനും ഉണ്ടായിക്കൂടായിരുന്നില്ല. കാരണം അവർക്കും അറിയാം ഇവരുടെ പ്രവർത്തനം വഴിവിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ടെററിസ്റ്റ് ക്യാമ്പ് അവിടെ നടത്തി അവിടെയും സൗകര്യങ്ങൾ 600 പേർക്കുള്ള സൗകര്യം ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ വലിയ ടോപ്പ് ലീഡർഷിപ്പും അവിടെ നേരിട്ട് ട്രെയിനിങ്ങിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു മോഡേൺ സ്റ്റേറ്റിന് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഏർപ്പാടുകളാണത്. അതുകൊണ്ട് തന്നെ ആരും മരിച്ചിട്ടില്ല, അധികം കാഷ്വാലിറ്റി ഇല്ല എന്നൊക്കെ പറയാം. അതായിരിക്കും കുറച്ചുകൂടെ രണ്ടും ഒരു ബാലൻസിങ്, അവിടുത്തെ ഇന്റേണൽ പൊളിറ്റിക്സും ഇന്റർനാഷണൽ കമ്പൽഷൻസും ഇടയ്ക്കുള്ള ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എന്നാണ് തോന്നുന്നത്. അത് തന്നെയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദി ശ്രീ കെ വി മധുസൂദനൻ, വിവരങ്ങൾ കൃത്യമായി വിശദീകരിച്ചതിന്. കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ ടെലിഫോൺ ലൈനിലുണ്ട്. ടോം വടക്കൻ, ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. നേരത്തെ നിരവധി ആരോപണങ്ങൾ മോദി സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. റഫാൽ അടക്കം നിങ്ങൾ കളത്തിൽ ശക്തമായി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളായിരുന്നു. ഇപ്പോഴത്തെ ഈ ആക്രമണം, ഭീകരർക്കെതിരെയുള്ള ഈ പോരാട്ടം, അത് മോദി വലിയ വിജയമായി പ്രഖ്യാപിച്ചതിലെ പ്രസംഗത്തിലടക്കം പറയുന്നുമുണ്ട്. രാജ്യം സുരക്ഷിതമാണ്, സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ പഴയ ആരോപണങ്ങളൊക്കെ മറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടോ? തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക ദേശസുരക്ഷ തന്നെയാകുമോ? ഞാനൊരു അസ്ട്രോളജർ അല്ല. എന്ത് സംഭവിക്കും, എങ്ങനെയാണ് നീക്കങ്ങൾ വരാൻ പോകുന്നത്? തീർച്ചയായും ഞങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിനെയും ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയെയും സല്യൂട്ട് ചെയ്യുന്നു. കാരണം ഇവർ പ്രൈം മിനിസ്റ്റർ വരും പോകും, പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആ വാലർ അത് മറച്ചു വെക്കാൻ ആർക്കും പറ്റില്ല. അതിന്റെ ക്രെഡിറ്റ് ഇപ്പൊ ആരെടുക്കുന്നോ എങ്ങനെ എടുക്കുന്നോ അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് ശരിയാണോ ശരിയല്ല ഇതൊക്കെ ഉത്തരം പറയേണ്ട സമയമല്ല. തീർച്ചയായും ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ എന്ത് മനസ്സിലാക്കും എന്നുള്ള പല ചോദ്യങ്ങളും ഉണ്ട് ഇതിൽ. പക്ഷെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം MEA മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ്മാൻ പറഞ്ഞതുപോലെ ഇത് അറ്റാക്ക് ബേസ്ഡ് ഓൺ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നാ പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ അവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഇനിയും ഇന്ത്യയിൽ സംഭവിച്ചേക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ അറ്റാക്ക് പ്ലാനും പ്രോസസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ പൊസിഷൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന്. തീർച്ചയായും അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഏത് സോവറിൻ രാജ്യത്തിനും അധികാരമുണ്ട് അതിനെ പ്ലാൻ ചെയ്യാനും കൗണ്ടർ ചെയ്യാനും. അങ്ങനെ ഒരു ഇന്റലിജൻസ് ഫെയിലിയർ ആണ് സംഭവിച്ചത് പുൽവാമയിൽ. അതിന്റെ ഇഷ്യൂ ആണ് നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളത്. കാരണം ഇത്ര RDX കൊണ്ടുപോകുന്ന ഒരു വണ്ടി എങ്ങനെ ഹൈലി ഗാർഡഡ് ഒരു റോഡിൽ ഇതൊക്കെ സംഭവിച്ചു? ആ ചോദ്യങ്ങൾ ഇന്നും ചോദിക്കും ജനങ്ങൾ. ഞങ്ങൾ അത് മാത്രമല്ല ചോദിക്കുന്നത്. പക്ഷെ എങ്കിലും അങ്ങനെ ഇന്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായി അവരുടെ ഗവൺമെന്റ് കയ്യിലുണ്ടെങ്കിൽ അതിനെ ആക്ട് ചെയ്തു എന്നാണ് നമ്മുടെ വശം.
തീർച്ചയായും ഗവൺമെന്റിന്റെ ഈ ഇഷ്യൂവിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ സൈന്യത്തെ അഭിനന്ദിക്കുമ്പോൾ എന്തുകൊണ്ട് അത്തരമൊരു നടപടി സ്വീകരിക്കാൻ ധൈര്യം കാണിച്ച സർക്കാരിനെ അഭിനന്ദിക്കുന്നില്ല? എന്തുകൊണ്ടാണ് സർക്കാരിനെ അഭിനന്ദിക്കാതെ മാറി നിൽക്കുന്നത്? എന്തിനാണ് ആ രാഷ്ട്രീയം? 26/11 മുംബൈ ആക്രമണത്തിന് ശേഷം ഇതുപോലെ നടപടി സ്വീകരിക്കാൻ അന്നത്തെ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ഉയരുന്നത്. ആ ചോദ്യം ഉത്തരം പറയാം. അതിന് ഉത്തരം പറയുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഹോം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ രാജിവെച്ചു. ആ അറ്റാക്ക് കഴിഞ്ഞിട്ട് ചീഫ് മിനിസ്റ്റർ ഗുജറാത്ത് ശ്രീ മോദി ആ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തിയത്. അത് പൊളിറ്റിസൈസ് ചെയ്തു എന്നുള്ള കാര്യം ജനങ്ങൾക്കെല്ലാം അറിയാം. ഇനി ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഞങ്ങളുടെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവിക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾ പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതായാലും അങ്ങനെ പ്രവർത്തിക്കുന്ന ജോബ്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ടോം വടക്കനുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ. ശ്രീലാൽ, ഇത് തന്നെയാണ് ഇവർ പറയുമ്പോഴും ഇവർ ഇത്തരത്തിൽ സൈന്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നു. ഇതുവരെ പരസ്യമായി ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. ഇപ്പോൾ ടോം വടക്കന്റെ വാക്കുകളിലും വ്യക്തമാകുന്ന അതാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് സർക്കാർ അത്തരത്തിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. തങ്ങളുടെ വലിയ രാഷ്ട്രീയ വിജയമാണ്. മോദി എന്ന ഒരാൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നടപടിയെടുക്കാൻ സൈന്യം ധൈര്യപ്പെട്ടത്. വ്യോമസേനയും സൈന്യവും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഉത്തരവ് നൽകാനുള്ള ഒരു ഭരണാധികാരി ഉള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന രീതിയിൽ BJPയുടെ ചില പ്രതികരണങ്ങളെങ്കിലും വരുന്നുണ്ട്. ആ രീതിയിൽ ഉപയോഗിച്ചാൽ അത് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാവില്ലേ? അവർ അതിനെ എങ്ങനെ പ്രതിരോധിക്കും? രഞ്ജിത്ത്, ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കാതെ പോകാൻ പാടില്ല. അതായത് ഈ സർജിക്കൽ സ്ട്രൈക്ക് ആയാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വ്യോമാക്രമണമായാലും തീർച്ചയായും അതിന് രാഷ്ട്രീയമുണ്ടാകും, അതിന്റെ സാഹചര്യങ്ങൾ വേറെയായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതുകൊണ്ടാകാം ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി നടത്താൻ ഇന്ത്യ ശ്രമിച്ചതെന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ടാകും. ഒരുപക്ഷെ അത് ശരിയുമാകാം. പക്ഷേ അപ്പോൾ പോലും അത്തരമൊരു നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ വിൽ എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് കൂടി എടുക്കേണ്ട തീരുമാനമാണ്. രാഷ്ട്രീയ നേതൃത്വമാണ് നമ്മുടെ സൈന്യത്തെ ഭരിക്കുന്നത്, അല്ലാതെ സൈനിക നേതൃത്വമല്ല നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ ഭരിക്കുന്നത്. പാകിസ്ഥാനിലെ പോലെ ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ ഏതൊരു തീരുമാനമെടുക്കണമെങ്കിലും സൈനിക നേതൃത്വത്തിന് സ്വന്തമായി എടുക്കാൻ സാധിക്കുകയില്ല. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി കൂടി അതിന്റെ ഭാഗമാകേണ്ടതുണ്ട്. അവിടെയാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നതും അവിടെയാണ് സർക്കാർ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം, പ്രതിപക്ഷത്തിന്റെ ആരോപണം വലിയ വിലയില്ലാതെ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. സർക്കാരിന്റെ ഈ തീരുമാനം, അതിന് വഴിവെച്ച കാരണങ്ങൾ, അവിടെ ഉണ്ടായ പരാജയങ്ങൾ, അതിന്റെ ഇന്റലിജൻസ് ഫെയിലിയർ, അതിൽ നടപടിയെടുത്തോ തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. അത് പ്രസക്തം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഇത്തരം ഒരു കൗണ്ടർ ടെററിസം ആക്ട് അത് സ്വീകരിച്ചത് ഭീകരർക്കെതിരെ അതിർത്തി കടന്ന് നടത്തിയ നീക്കങ്ങൾ അത് തീർച്ചയായും ജനങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ഈ സർക്കാരിന് തന്നെയാണ്. ആ ക്രെഡിറ്റ് സർക്കാരിന് അവകാശപ്പെടാൻ പറ്റുന്നത് തന്നെയാണ്. അതിപ്പോൾ സൈന്യത്തെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഒരു കാരണവശാലും അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ ഖണ്ഡിക്കാനോ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഉണ്ണി ചേരുന്നു ദില്ലിയിൽ നിന്ന് ഒരിക്കൽ കൂടി. ഉണ്ണി, അതിർത്തിയിലുടനീളം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു. പല സ്ഥലങ്ങളിലും ആക്രമണം ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ജവാന്മാർ കുറച്ചുപേർക്ക് ഇന്നലെ പരിക്കേറ്റു, ചെറിയ പരിക്കാണെങ്കിലും. തിരിച്ചടിച്ചപ്പോൾ 12ഓളം പാക് സൈനികർക്ക് പരിക്കേറ്റു എന്നത് ഗുരുതരമാണെന്നും അറിയുന്നു. അത്തരം സംഭവങ്ങളുടെ പുതിയ വിശദാംശങ്ങൾ എന്താണ് ലഭ്യമായിട്ടുള്ളത്? ഇന്നലെ വൈകിട്ടാണ് 5 ഇന്ത്യൻ ജവാന്മാർക്ക് പരിക്കേറ്റിരുന്നത്. അതിനുശേഷം കൂടുതൽ പേർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല. ഏതായാലും വെടിവയ്പ് തുടരുന്നുണ്ട്. പാകിസ്ഥാൻ ചില സെക്ടറുകളിലൊക്കെ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്നുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം. അതിന് ഇന്ത്യ തിരിച്ചടി നൽകുന്നുണ്ട്. കൃത്യമായി അല്ലാതെ പരിക്കേറ്റയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ കശ്മീരിലെ വിഘടനവാദി നേതാക്കൾക്കെതിരായ നടപടികൾ കൂടി കൂടുതൽ ശക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ. NIA ഇപ്പോൾ പാകിസ്ഥാനിലെ വിഘടനവാദി നേതാക്കളുടെ വസതികളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 വിഘടനവാദി നേതാക്കളുടെ, ഒന്ന് മുദാസിർ ഖാൻ, മറ്റൊന്ന് സുരാജ് മൻസൂർ മാലിക് എന്നിവരുടെ ഇവർക്ക് ഭീകരബന്ധം ഉണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവർക്കെതിരെ ഇവരുടെ വീടുകളിൽ തിരച്ചിൽ നടത്തുന്നത്. ഇത്തരത്തിലുള്ള നടപടികളുമായി അന്വേഷണ ഏജൻസികളും മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, പാകിസ്ഥാൻ ഇന്ത്യ പങ്കെടുക്കുകയാണെങ്കിൽ OIC യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. OIC യോഗം മുസ്ലിം രാഷ്ട്രങ്ങളുടെ 57ഓളം മുസ്ലിം രാഷ്ട്രങ്ങളുടെ വളരെ പ്രബലമായ ഒരു സംഘടന കൂടിയാണ്. ഇസ്ലാമിക്
ഇസ്ലാമിക് കോർപ്പറേഷൻ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ഈ ആഴ്ച അവസാനമാണ് UAE-യിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം നടക്കാനിരിക്കുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് യോഗത്തിലേക്ക് അതിഥിയായി സുഷമ സ്വരാജിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ ക്ഷണിച്ചതിലുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ തീരുമാനം സൗദി അറേബ്യയും UAE-യും അറിയിച്ചിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ എന്നാണ് പറയുന്നത്. ഇന്നലെ തന്നെ ഇന്ത്യയെ ക്ഷണിച്ചതിലുള്ള അതൃപ്തി അറിയിച്ചിരുന്നു പാക് ഭരണ നേതൃത്വം. എന്നാൽ മറ്റ് രാജ്യങ്ങൾ ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കുന്നതിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. ഇന്നലെ തന്നെ വിശദമായ ചർച്ചകൾ നടന്നിരുന്നെങ്കിലും പ്രത്യേക പ്രസ്താവനയോ തീരുമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാക് വിദേശകാര്യമന്ത്രി ആ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കുന്നത്. എല്ലാ കാലത്തും പാകിസ്ഥാൻ അനുകൂലമായി നിലപാടെടുത്തിട്ടുള്ള ഒരു ഘടകം കൂടിയാണ് OIC. അവരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി കൂടിയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ ക്ഷണിച്ച തീരുമാനം പിൻവലിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ വിജയമായി അവർക്ക് ആഘോഷിക്കാൻ കഴിയും. അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടതുള്ളത്. അല്ല, സുഷമ സ്വരാജ് പങ്കെടുക്കുകയും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതും വലിയ ചർച്ചാ വിഷയമായി മാറും. ഉണ്ണിയാണ് ദില്ലിയിൽ വിവരങ്ങൾ നൽകുന്നത്. TJ ശ്രീലാൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. അതിർത്തിയിൽ പാക് പ്രകോപനം വീണ്ടും തുടരുകയാണ്. ഭീകരാക്രമണത്തിന് ശേഷം, ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിനു ശേഷം പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു. നിഴൽ യുദ്ധം പാകിസ്ഥാൻ നടത്തുന്നു. അതിർത്തിയിലുടനീളം ഗ്രാമീണരെ മറയാക്കിയാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വെടിവെപ്പടക്കം നടത്തുന്നത്. ഏറ്റവും പുതിയ സാഹചര്യം അങ്ങനെയാണ്. CL മനോജ് ടെലിഫോൺ ലൈനിലുണ്ട്. CL മനോജ്, ഇപ്പോൾ ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ ആക്രമണത്തിന് മുൻപും അതിനുശേഷവും പാകിസ്ഥാനും ശ്രമിക്കുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ തങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി ഇതിനെ നടത്തിയെടുക്കാൻ. പക്ഷേ അത് സാധിക്കുന്നില്ല. ലോകരാജ്യങ്ങളൊന്നും ഇതിനെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുമില്ല. ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാമോ ഈ ഘട്ടത്തിൽ? വലിയ രീതിയിൽ സ്വാഭാവികമായിട്ടും പുൽവാമയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ഇന്നലെ എയർ സ്ട്രൈക്ക്, ഒരു പ്രിഎംപ്റ്റീവ് ആന്റി ടെറർ സ്ട്രൈക്ക് ഇന്ത്യ നടത്തുന്നതിന് മുമ്പ് ഉള്ള 11 ദിവസങ്ങളിൽ ഇന്ത്യ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളിലും UN സെക്യൂരിറ്റി കൗൺസിലുമെല്ലാം നയതന്ത്രപരമായിട്ട് ഇടപെടുകയും പാകിസ്ഥാനിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ഈ ടെററിസ്റ്റ് ആക്രമണത്തിനെതിരായിട്ട് അതിനെ ഇന്ത്യക്ക് ഒരു സെൽഫ് ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള ഇന്ത്യയുടെ റൈറ്റിനെ കുറിച്ചും അനുകൂലമായിട്ടുള്ള ഒരു നയതന്ത്ര നിലപാടുകളും ഒരു വേൾഡ് സപ്പോർട്ടും ഇന്ത്യ ഉണ്ടാക്കുന്നതിൽ വലിയ രീതിയിൽ തന്നെ ഇന്ത്യ വിജയിച്ചു. അതിന്റെ ഫലമായിട്ട് ഇന്നലത്തെ എയർ സ്ട്രൈക്കിന് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എസ്കലേറ്റ് ചെയ്യരുത് എന്ന് പാകിസ്ഥാനിന് കൂടുതൽ ഇന്റർനാഷണൽ പ്രഷർ വരുന്ന സമയമാണ്. ഇന്നലെ ഗവൺമെന്റ് ഒപ്പോസിഷൻ പാർട്ടികളെ ബ്രീഫ് ചെയ്തപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇന്നലത്തെ എയർ സ്ട്രൈക്കിന് ശേഷം ഇനിയും ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇതൊരു എസ്കലേറ്റ് ചെയ്യാൽ അതിനെ വളരെ ഇഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഇന്ത്യൻ ഫോഴ്സുകൾ ജാഗ്രതയായിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ പാകിസ്ഥാന്റെ തീരുമാനിക്കണം ഇത് കൂടുതൽ എസ്കലേറ്റ് ചെയ്ത് അവർ കൂടുതൽ വഷളാക്കേണ്ടി വരുമോ. അവർക്ക് ലോകരാഷ്ട്രങ്ങളുടെ സപ്പോർട്ട് ഇന്ത്യക്കുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ മുകളിൽ ഈ പ്രശ്നങ്ങൾ ഡീഎസ്കലേറ്റ് ചെയ്യാനും അവിടെയുള്ള ടെറർ ക്യാമ്പുകൾക്കെതിരായിട്ട് അവരുടെ ആക്ഷൻ ഉണ്ടാകാനും ലോകരാജ്യങ്ങൾ ഇസ്ലാമാബാദിന് മുകളിൽ പ്രഷർ വരുന്നതാണ് നമ്മൾ കാണുന്നത്. മനോജ്, തീർച്ചയായും ശ്രീലാലാണ് മനോജ്. ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ ഒരു ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടുന്നതിൽ ഇന്ത്യ വിജയിച്ചു, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം മറക്കാതെ ആലോചിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇപ്പോൾ രാജ്യത്ത് ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ഈ വിഷയം എങ്ങനെയാകും സ്വാധീനിക്കുക? അല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് പല രീതിയിലും പാകിസ്ഥാന്റെ അവിടെ നടന്നിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്ക് പുൽവാമയിൽ കൾമിനേറ്റ് ചെയ്തു. അതിന് ഉള്ള തിരിച്ചടിയാണ് ഇന്നലെ ഇന്ത്യ നൽകിയത്. സ്വാഭാവികമായിട്ടും ഈ സംഭവങ്ങൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സമയത്തായതുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഈ പ്രശ്നങ്ങളും എല്ലാം ഇനി പ്രൊജക്ട് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ ഇന്ത്യയുടെ എയർ സ്ട്രൈക്കിന് ശേഷം രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നടത്തിയ പബ്ലിക് റാലിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം വരുന്ന ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഗവൺമെന്റും ഏത് രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്കാണ്
അവർ പ്രൊജക്ട് ചെയ്യുന്നത്. അവർ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെതിരായിട്ടുള്ള നടപടികൾ പ്രൊജക്ട് ചെയ്യും. ഇന്ത്യയിലെ ഒരു നാഷണലിസ്റ്റ്, പേട്രിയോട്ടിക്, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അത് പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കും. അത് ഒരു ഭാഗത്ത് നടക്കും. ഇതിനു മുമ്പും നടന്നിട്ടുള്ളതാണ്. പണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം തിരിഞ്ഞു നോക്കിയാൽ ഈ പ്രാവശ്യവും വരാൻ പോകുന്ന ഒരു അടയാളം ആണ് അത്. അത് സ്വാഭാവികമായിട്ടും ഏത് രീതിയിൽ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് ഒപ്പോസിഷൻ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ചർച്ചകളും അതിനനുസരിച്ചുള്ള നീക്കങ്ങളും നടത്തും. പക്ഷെ ഇപ്പോൾ ഫോക്കസ് ഇന്നലത്തെ എയർ സ്ട്രൈക്കിന് ശേഷം അത് ഏത് രീതിയിൽ അടുത്ത 1-2 ദിവസം പാകിസ്ഥാനും ഇന്ത്യയും ബോർഡറിലും അല്ലാതെയുമുള്ള രീതിയിൽ എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യും എന്നുള്ളതാണ്. രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിലും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ മനോജ്, എങ്ങനെയാണ് മനോജ് ഇതിനെ കാണുന്നത്? എന്താകും പ്രതിപക്ഷത്തിന്റെ ഇനിയുള്ള ഒരു നീക്കം? കാരണം സ്വാഭാവികമായും ഇതിന്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത് സർക്കാരിനും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ നേരിടുക? ഇന്നിപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഡൽഹിയിൽ ചേരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അല്ല, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വരുന്ന ഈ സമയത്ത് ഇന്നലെ നടന്ന എയർ സ്ട്രൈക്ക് ഒപ്പോസിഷൻ പാർട്ടികൾക്കും ഒരു അത്ഭുതമുണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം പുൽവാമയിൽ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ പരസ്യമായിട്ട് ഗവൺമെന്റ് പറഞ്ഞിരുന്നു ഇതിന് മറുപടി കൊടുക്കും എന്നുള്ളത്. അപ്പോൾ ആ മറുപടി ഇന്ത്യയിലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നേരിട്ട് ഇതിനു മുമ്പ് ഭരണ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടുകയും ചെയ്ത സ്ഥിതിക്ക് അവർക്ക് വളരെ വ്യക്തമായിട്ട് ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വിസ്ഡം കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അതൊരു സർപ്രൈസ് അവർക്കാവില്ല. സ്വാഭാവികമായിട്ടും ആന്റി ഇൻകംബൻസിയിൽ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ഇൻകംബൻസി ബർഡനിൽ ഫോക്കസ് ചെയ്ത കോൺഗ്രസിന്റെയും മറ്റ് ഒപ്പോസിഷൻ പാർട്ടികളുടെയും ക്യാമ്പയിനെ ഈ പാകിസ്ഥാന്റെ എതിരായിട്ടുള്ള ശക്തമായ ഇന്ത്യയുടെ ഇടപെടലുകൾ, അതിനെ തുടർന്നുള്ള ഒരു പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലും എല്ലാം ഉള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഇത് ആയിരുന്നു ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ടും ഒപ്പോസിഷന് ഈ ഒരു മോട്ടീവ് ഇഷ്യൂവിനെ വളരെ ടാക്ട്ഫുൾ ആയിട്ട് ടാക്കിൾ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം അവരുടെ ശ്രമം വീണ്ടും ക്യാമ്പയിൻ ഫോക്കസ് കഴിഞ്ഞ 5 വർഷത്തെ ഭരണം, അതിന്റെ ഇൻകംബൻസി ബർഡൻ, സാധാരണക്കാരുടെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, അൺഎംപ്ലോയ്മെന്റ് പ്രശ്നങ്ങൾ, ഇക്കോണമിക് ആയിട്ടുള്ള ഇഷ്യൂസ്, അതോടൊപ്പം തന്നെ പറ്റാവുന്ന സംസ്ഥാനങ്ങളിലുള്ള സ്ട്രാറ്റജിക് അലയൻസ് ആണ്. കാരണം BJP നടത്തുന്ന ഡിസ്കോഴ്സിൽ സ്വാഭാവികമായിട്ടും ചേരാൻ ഒപ്പോസിഷൻ താല്പര്യമുണ്ടാവില്ലല്ലോ, ഏത് ഒപ്പോസിഷനും ഉണ്ടാവില്ല. അപ്പോൾ റൂളിംഗ് പാർട്ടിക്ക് അവരുടെ ഒരു കാൽക്കുലേഷനിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് ഒപ്പോസിഷൻ പാർട്ടിയും പോകും. പക്ഷെ അത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഇന്നലത്തെ എയർ സ്ട്രൈക്കിന് ശേഷം പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള അടുത്ത 2-3 ദിവസങ്ങളിൽ അതെങ്ങനെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഭാവിയിലെ തെരഞ്ഞെടുപ്പ് പൊസിഷനിങ്ങിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. തീർച്ചയായും അത്തരത്തിലാണ് വിലയിരുത്തൽ ശ്രീ CL മനോജിന്റെ.